ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടോ, വമ്പൻ സ്രാവുകളുണ്ടോ എന്നത് തന്നെയാണ് അന്വേഷണ സംഘവും നോക്കുന്നത്. അന്വേഷണം ആ വഴിക്കാണ് പോകുന്നത്. ഇപ്പോൾ TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രസാദ്, നമുക്കറിയാം ഒരുപാട് കുട്ടികൾ കഠിനാധ്വാനം ചെയ്ത് പഠിച്ച് പരീക്ഷ എഴുതുന്ന ഒരു ഘട്ടത്തിലാണ് മറുപുറത്ത് ഒരു യൂട്യൂബ് ചാനലിലൂടെ വന്ന ചോദ്യങ്ങൾ കേട്ട ഒരുപാട് കുട്ടികൾ പരീക്ഷ എഴുതിയത്. അതിലിപ്പോൾ അന്വേഷണം നടക്കുകയും ചെയ്യുന്നു. പക്ഷേ കൂടുതൽ ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ടോ എന്നുള്ളതിൽ ആശങ്കയുണ്ടോ? അപ്പോൾ അതൊക്കെ സംബന്ധിച്ച് അന്വേഷണം നടക്കില്ലേ? നമ്മുടെ കുട്ടികളുടെ അവസ്ഥയെ ആലോചിക്കുമ്പോഴാണ് അത് കോടതി പോലും എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, അല്ലേ പ്രസാദ്? അതുതന്നെയാണ് റോഷ്നി. എത്രത്തോളം അന്വേഷണം മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷേ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ വിഷയം വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, ഒരു പ്യൂണ് മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാക്കാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. അതിനുശേഷം വന്ന അധ്യാപകർക്ക് ഉറപ്പായും അതിൽ സംശയം തോന്നിക്കാണണം. അങ്ങനെയെങ്കിൽ അധ്യാപകർക്ക് അതിൽ റോളുണ്ടോ എന്നുള്ളതാണ്. അതല്ല കാലാകാലങ്ങളായി ഇത് നടക്കുന്നതാണോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. റോഷ്നി, ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ ട്യൂഷൻ രംഗത്തെ വലിയ വലിയ ടീമുകൾ അത് വലിയ മാഫിയയായി മാറി സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും തകർക്കും വിധം ഉയരങ്ങളിലേക്ക് അവർ നീങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരം ഓൺലൈൻ സ്ഥാപനങ്ങൾ കൂടി ഈ ഒരു വാശിയിലേക്ക് കയറി വന്നതോടുകൂടിയാണ് ക്വസ്റ്റ്യൻ പേപ്പർ യഥേഷ്ടം ചോർത്താനും അത് ധൈര്യസമേതം പുറത്തു പറയാനുമുള്ള ഒരു ധൈര്യം ഇവർക്കുണ്ടായത് എന്നത് തന്നെയാണ്. അതായത് വിദ്യാഭ്യാസ വകുപ്പ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. അതായത് ഇങ്ങനെ ഒരു ചോദ്യപേപ്പർ ഓൺലൈൻ വഴി ഷുഹൈബ് പ്രദർശിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം. ഇതുപോലെ പല സ്ഥലങ്ങളിലും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്ത് അതുപയോഗിച്ച് കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയും ഇന്ന് കേരളത്തിലെ പോലീസ് സംവിധാനത്തെ സംബന്ധിച്ചില്ല, വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചില്ല. ഒരു കാര്യം ഉറപ്പാണ്, ആ ഒരു പ്യൂണിന്, മേൽമുറി സ്കൂളിലെ പ്യൂണിന് ആ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ നിന്ന് എടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പല സ്കൂളുകളിലും ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രശ്നത്തിലേക്ക് വന്നാൽ ഇത് സംഭവിച്ചിരിക്കുന്നത് അൺഎയ്ഡഡ് സ്കൂളിലാണ്. സർക്കാരിന് നടപടിയെടുക്കുന്നതിൽ ഒരു പരിമിതിയുണ്ട്. ഒന്ന്, ഒരു ജീവനക്കാർക്കെതിരെയും നടപടിയെടുക്കാൻ കഴിയില്ല. എയ്ഡഡ് സ്കൂളല്ല, സർക്കാർ സ്കൂളല്ല, ആ സ്കൂൾ അൺഎയ്ഡഡ് സ്കൂൾ ആയതുകൊണ്ട് എന്ത് നടപടിയെടുക്കും എന്ന കാര്യത്തിൽ വ്യാപിപ്പിക്കുക തന്നെ ചെയ്യും. ഇതിൽ കുട്ടികൾ ബുദ്ധിമുട്ടരുത് എന്നുള്ളൊരു കാര്യമാണ്. മാത്രമല്ല, ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോർന്നു കഴിഞ്ഞാൽ അതിൽ ആശങ്കപ്പെടുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. അത് ഉണ്ടാവരുത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ ചർച്ചയായി വരുന്നത് തന്നെ. ഇതിൽ അന്വേഷണം നടക്കട്ടെ.